ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പോൾ എല്ലാവർക്കും കൈസൺ ട്രേഡിംഗ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു പുതിയൊരു വീഡിയോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ പുതുതായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ, എസ്പെഷ്യലി ഇൻ ഇൻട്രാഡേ ട്രേഡിങ്ങിനകത്ത് അത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതിനകത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും റിസ്കി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ കൂടി അതിനൊരു പ്രോഫിറ്റബിൾ ട്രേഡിലേക്ക് വരാം എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഈ സെബിയുടെയും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരാറുണ്ട്, നമുക്ക് 90% ആൾക്കാരും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലുള്ള ട്രേഡിങ്ങിൽ നഷ്ടത്തിലാണെന്ന്. അപ്പോൾ ആ നഷ്ടം എന്തുകൊണ്ടുണ്ടാകുന്നു, അത് നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റോടൊപ്പം നമ്മൾ അത് ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം, അതിൽ കൂടെ എങ്ങനെ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറിലോട്ട് വരാം, ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ, ഇത് നമ്മളൊരു ഗുഡ്വിൽ വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ അക്കൗണ്ടിനകത്ത് നമ്മൾ ഒരു ടെസ്റ്റിമോണി ആയിട്ട് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ ഒരു ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ എങ്ങനെ ഒരു ട്രേഡിംഗ് കരിയർ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പോകുന്നതിന് നമ്മൾ ഇന്ന് ചെയ്തൊരു ട്രേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ 10:42 നമ്മളൊരു ട്രേഡ് എൻ്റർ ചെയ്തു, അത് 11:57 നമ്മളത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് വേണം. കാര്യം നമ്മൾ 1 ലക്ഷം രൂപയുടെ അക്കൗണ്ടാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു 1 ലക്ഷം രൂപയുടെ അക്കൗണ്ട് കൊണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിനകത്തോട്ട് വരുമ്പോൾ പ്രധാനമായും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് 1 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം ആക്കാം, അതേപോലെ അത് സീറോയിലോട്ടും പോകും. അപ്പോൾ അതിനെ പ്യൂർലി ഗാംബ്ലിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ നമ്മൾ ഈ 1 ലക്ഷം രൂപ ഇടുന്ന അക്കൗണ്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റൂളാണ് ഇതിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ 1 ലക്ഷം രൂപ, അത് റിസ്ക് പെർ ട്രേഡ് 0.5 മുതൽ 2% വരെ. അപ്പോൾ 0.5 മുതൽ 2% എന്ന് പറയുമ്പം എന്തായിരിക്കും? നമുക്ക് ഒരു ട്രേഡിൽ മാക്സിമം എത്ര രൂപ റിസ്ക് എടുക്കാം? 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 റുപ്പീസ് റിസ്ക് എടുക്കാം. അപ്പോൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0.5 അല്ലെങ്കിൽ ചെറിയൊരു 500 റുപ്പീസിൻ്റെ മുതൽ റിസ്ക് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 10 ട്രേഡ് ലോസ് ആയാലും വെറും 5000 രൂപയുടെ നഷ്ടം മാത്രമേ വരുന്നുള്ളൂ. അതേസമയം നമ്മൾ 2% റിസ്ക് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 ട്രേഡ് നഷ്ടമായാൽ നമ്മുടെ 20% ക്യാപിറ്റൽ അവിടെ ഡ്രോ ഡൗൺ ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെറിയ റിസ്ക് എടുത്ത് വലിയ പ്രോഫിറ്റ്, ഈ റിസ്ക് റിവാർഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 1:2 മുതൽ 1:5 വരെ. ഉദാഹരണത്തിന് 500 രൂപയുടെ റിസ്ക് എടുക്കണമെങ്കിൽ 1000 രൂപ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്, അല്ലെങ്കിൽ എത്രയാണ്? 2500 രൂപ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെറിയ റിസ്ക് എടുത്താൽ മാത്രമേ വലിയ ടാർഗറ്റിന് വേണ്ടി നമുക്ക് ഫോളോ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് എക്സ്പെക്റ്റിംഗ് പ്രോഫിറ്റ് എത്രയാവും ഇതിനകത്ത് വരെ? നമുക്ക് 20 ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സ് ആണുള്ളത്. അതിനകത്ത് ഒരു 5% മുതൽ 10% വരെ ആയിരിക്കും നമ്മളൊരു ടാർഗറ്റ് ചെയ്യുന്നത്. അത് നിർബന്ധമായി ടാർഗറ്റ് ചെയ്യണമെന്നില്ല. നമ്മുടെ ട്രേഡിംഗ് നമുക്ക് ഡെയിലി വരുന്ന സെറ്റപ്പിനനുസരിച്ച് കിട്ടണമെങ്കിൽ അതുവരെ കിട്ടിക്കോട്ടെ. അല്ലാതെ നമ്മൾ ഡെയിലി ഇത്ര പെർസെൻറ്റേജ് വേണം, ഇത്ര റിവാർഡ് വേണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് മന്ത്ലി നമുക്ക് ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആവണമെന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു, ഈ 1 ലക്ഷത്തിൻ്റെ അക്കൗണ്ടിനാണ് 5% ആകുമ്പം 5000 ആണ്. അതേസമയം 10 ലാഖിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ 50,000 ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത് എങ്ങനെയാണ്? 1 ലക്ഷം രൂപ ക്യാപിറ്റലിട്ട് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്ത് പഠിച്ചാൽ അതിന് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് വലുതാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പെർസെൻറ്റേജിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 1 ലക്ഷം രൂപ ഇട്ട് ഒരു ട്രേഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു 1000 രൂപയ്ക്ക് മുകളിൽ വന്നതിൽ ആക്ച്വലി ഇതെന്താണ്? നല്ലൊരു ട്രേഡാണ്. ഇനി നമ്മുടെ ലോസ് വരുന്നെങ്കിൽ എത്രയിലായിരിക്കണം? 500 രൂപയിലായിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 10-20 ട്രേഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് 0.5 എന്നുള്ളത് നമുക്ക് 1%ലോട്ട് കൺവേർട്ട് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് ആ ക്യാപിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ എത്ര രൂപ വരാം? മാക്സിമം 1000 രൂപ വരാം. പ്രോഫിറ്റ് ആണെങ്കിൽ 2000 രൂപ മുതൽ 5000 രൂപ വരെ ആയിരിക്കണം. അതായിരിക്കണം നമ്മുടെ തമ്പ് റൂൾ.
അപ്പോൾ ചെറിയ ചെറിയ റിസ്ക് എടുക്കാൻ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് പറ്റും. വലിയ വലിയ റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇതിനകത്ത് റിസ്ക്കാണ് അൾട്ടിമേറ്റ്ലി ഒരു ട്രേഡറിനെ വിജയിപ്പിക്കുന്ന കാര്യം. റിവാർഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നോളും. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി ഇനിയുള്ള ക്ലാസ്സുകളിലല്ല, ഇനിയുള്ള ട്രേഡിംഗ് സെഷനിലൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെയുള്ള സൈക്കോളജിക്കൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതിന്ന് ആക്ച്വലി റീക്യാപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 1 അവർ ടൈം ഫ്രെയിമാണ് നിഫ്റ്റിയിൽ. അപ്പം നിഫ്റ്റിയിൽ അതിൻ്റെ കൂടൊപ്പം ഞാൻ പറയാൻ മറന്നു പോയത്, നേരത്തെ തമ്പ് റൂളിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അവസരം കുറവായിരിക്കും, എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള ട്രേഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചോളണം. അപ്പം ഞാൻ ഇതിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് ട്രെൻഡാണ്. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിം 1 അവർ ടൈം ഫ്രെയിമിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം എന്താണ് മാർക്കറ്റ് ട്രെൻഡ് വന്നിട്ട് എങ്ങോട്ടാണ്, അപ്പ് ട്രെൻഡാണ്, മുകളിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പം ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കണ്ടില്ലേ, മുകളിലോട്ട് പോകുന്നു, പുൾ ബാക്ക് എഗെയിൻ മുകളിലോട്ട് പോകുന്നു, അതിനുശേഷം പുൾ ബാക്ക് എഗെയിൻ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിനകത്ത് ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ്, നമുക്കിതൊരു ബുള്ളിഷ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഈ 1 അവറിനകത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ലാസ്റ്റിൽ ഇതിനകത്ത് ബ്രേക്ക് ഔട്ട് ആയിരിക്കുന്ന സ്ട്രക്ചർ ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലാണ് ലാസ്റ്റിലത്തെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തത് എവിടെയായിരിക്കും, ഈ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിനുശേഷം ആവേണ്ട സ്ഥലം ഏതായിരുന്നു, ഇവിടെ ആയിരുന്നു, അത് ആയിട്ടില്ല, ഹയർ ടൈം ഫ്രെയിമിൽ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ മനസ്സിലായി, നമ്മുടെ സപ്പോർട്ട് ലെവൽ മനസ്സിലായി. ഈ ഒരു റേഞ്ചിൽ 21,803 അതിന് സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ളൊരു സ്ഥലം. ഇനി നമ്മളിതിനെ ഇൻട്രാഡേ ആയതുകൊണ്ട് തന്നെ, നമ്മൾ ഡെയിലി ട്രേഡർ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. 5 മിനിറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇതാണ് നമ്മുടെ ഹൈ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഈ ഒരു റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി, ഇവിടെ നിന്ന് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. റിവേഴ്സ് ആകുമ്പോൾ ഏകദേശം എന്തായിരിക്കും എക്സ്പെക്റ്റേഷൻ, മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനായിരിക്കും ചാൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റിലത്തെ ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നോക്കാം. ഇതാണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. അതിനുശേഷം ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൻ്റെ ഒരു ലെവൽ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ ഹയർ ലോ. ഈ ഒരു ലോ ആയിരിക്കും നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. ഇതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. ഇനി മാർക്കറ്റ് ഓപ്പൺ ആയത് 9:15 ഇപ്പോൾ ഓപ്പൺ ആവുക, നമ്മളിപ്പോൾ ആക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചിട്ട ലോയിൽ എന്തില്ല, മാർക്കറ്റ് എത്തിയിട്ടില്ല. നമ്മൾ ഇവിടെയാണ് എക്സ്പെക്ട് ചെയ്തത്, ഇവിടെ നിന്നൊരു ബൈ ആണ് എക്സ്പെക്ട് ചെയ്തത്. മാർക്കറ്റ് എന്ത് ജമ്പ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, നമുക്കിതൊരു 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഞാൻ വിട്ടുപോയായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് രാവിലത്തെ ഓപ്പണിംഗ് ക്യാൻഡിൽ. അപ്പോൾ ഇത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇതിനകത്ത് വന്നിട്ട് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ശരിക്കും ഈ ഒരു സ്ട്രക്ചറാണ് ബ്രേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലോവറിലും ഇതാണ്, ഈ ഒരു ഏരിയയാണ്. നമുക്ക് വീണ്ടും പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റീസെൻ്റായിട്ട് ബ്രേക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഓക്കെ, ശരി, വീണ്ടും പ്ലേ ചെയ്യാം.
ഓക്കെ, ഇവിടെ നിന്ന് മാറി എന്താണ് ഹയർ, ഇവിടെ നിന്ന് എന്തായി, വീണ്ടും സ്ട്രക്ചർ വീണ്ടും ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിലോട്ട് സ്ട്രക്ചർ ബ്രേക്കായി. ഇനി നമ്മൾ എൻട്രി എടുത്ത റേഞ്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ റേഞ്ചാണ്. ഇൻഡ്യൂസ്മെൻറ്റിനെയൊക്കെ പറ്റി അറിയാം. നമുക്ക് ഏതാണ് ഇൻഡ്യൂസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നോർമൽ ട്രേഡേഴ്സിൻ്റെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ ഇവിടെ നിന്നായിരിക്കും ബൈ പ്ലാൻ ചെയ്യുന്നത് തിരിച്ച്. അപ്പോൾ നമുക്കിതിനകത്തുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ SMC പ്രകാരമുള്ള ഓർഡർ ബ്ലോക്ക് ഈ ഒരു റേഞ്ചാണ് വരുന്നത്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എൻട്രി എടുത്ത പ്ലേസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ആ എൻട്രി പ്ലാൻ ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് 5 മിനിറ്റ് എടുക്കുക, 5 മിനിറ്റിലെ ഹൈ എടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലെവല് സോറി 1 ഹവറിൽ ഈ ഒരു വിക്കുള്ള ആ ഒരു റേഞ്ച് നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നമുക്ക് തിരിച്ച് 1 മിനിറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ടൈം ഞാൻ താഴെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 10:42. അപ്പോൾ ഇതായിരിക്കും നമ്മളിവിടെ എൻട്രി എടുത്തിട്ടുള്ള ഒരു സ്ഥലം. നോക്കിയാൽ മനസ്സിലാവും. 10:42-നാണ് നമ്മൾ നിഫ്റ്റിയിലെ 22,800-ൻ്റെ പുട്ട് സെല്ല് ചെയ്തിട്ടുള്ളത്. സെല്ല് ചെയ്ത പ്രൈസ് വന്നിട്ട് 139 ആണ് നമ്മൾ സെല്ല് ചെയ്ത പ്രൈസ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എടുക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 1:5 എത്രയാണ് 5 ആണ് നമ്മുടെ ഫ്യൂച്ചർ ഓപ്ഷൻ നമ്മുടെ സ്പോട്ട് മാർക്കറ്റിലെ ടാർഗറ്റ്. അപ്പോൾ ആ റേഞ്ച് കണക്കാക്കിക്കൊണ്ട് നമ്മൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. അതുപോലെ തന്നെ നിയറായിട്ടുള്ള ഹൈ വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. വീണ്ടും അതൊരു പുതിയൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം നമുക്ക് കോസ്റ്റിലോട്ട് വയ്ക്കാം. അതായത് നമുക്കത് ആ ട്രേഡിൽ റിസ്ക് ഇല്ല, ആ ഒരു ലെവലിൽ വയ്ക്കാം. വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഞാൻ ഏകദേശം ഈ ഒരു പുഷിൽ, കാര്യം പെട്ടെന്നുള്ളൊരു പുഷിൽ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ്റെ വാല്യൂ പെട്ടെന്ന് എന്ത് ചെയ്യും, കുറേയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ലെവലിലാണ് എക്സിറ്റ് ആയത്. ആ എക്സിറ്റ് ആയ ടൈം ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, 11:57. ആ ഒരു പുഷിലാണ് ഞാനിതിൽ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയത്. അപ്പോൾ ഇവിടെ വന്നാൽ കണ്ടില്ലേ, 11:57-ന് ആ ഒരു ട്രേഡിൽ എക്സിറ്റ് ആയി. ഏകദേശം എത്ര പോയിൻ്റാണ്, 55 പോയിൻ്റോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പൊസിഷനിൽ പോവുകയാണെങ്കിൽ 1385 പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലേ തന്നെ, ഇതിനകത്തുള്ള നമുക്ക് എന്താണ്, ഇതിനകത്തുള്ള റിസ്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ റിവാർഡും നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് കണക്ക് നോക്കുമ്പോൾ ആക്ച്വലി ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെയുള്ള നല്ല ട്രേഡുകളും കൂടുതൽ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.